ഹലോ, ഹാപ്പി ഓണം. അപ്പോൾ ദേ തിരുവോണ ദിവസമാണിന്ന്. തിരുവോണ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്, വിളക്ക് കത്തിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. നമ്മുടെ ആദൂട്ടനൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ അപ്പായും അമ്മയൊക്കെ രാവിലെ തന്നെ എണ്ണീറ്റിട്ടുണ്ട്. ഞാൻ ദേ റൂമിന് വെളിയിലേക്ക് പോകാൻ പോവാണ്. അപ്പായും അമ്മയൊന്ന് വിഷ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നേരെ പോയി വിളക്കൊക്കെ കത്തിക്കണം. അപ്പോൾ നമുക്ക് വെളിയിലേക്ക് പോവാം. അല്ല, ഹലോ, ഹാപ്പി ഓണം. ആ, കുളിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കാപ്പിക്ക് ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ. അപ്പം ഇഡ്ഡലിക്കായിട്ടുള്ള മാവ് നല്ല സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ രാവിലെ തന്നെ അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തലേന്ന് തന്നെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുള്ളതുകൊണ്ട് രാവിലെ എളുപ്പത്തിന് തന്നെ സാമ്പാർ അമ്മ റെഡിയാക്കി. അപ്പം ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. സാമ്പാർ കഴിഞ്ഞു. പിന്നെ ഏട്ടൻ താണ്ടെ ജംഗ്ഷനിലോട്ടൊക്കെ പോകാനായിട്ട് രാവിലെ കുളിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അമ്മമ്മയെ കാണാൻ പോകണം. അമ്മമ്മയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ ജംഗ്ഷനിൽ ഇറങ്ങി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം. അങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് വേണം നമുക്കൊന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ ഈ പ്രാവശ്യം ഏട്ടൻ നാട്ടിൽ കാണുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. യാദൃശികമായിട്ടാണ് ഏട്ടന് പനിയിട്ട് കൂടിയിട്ട് തിരിച്ചു വന്നതാണ്. ഏട്ടൻ നാട്ടിൽ ലീവിന് വന്നിട്ട് തിരിച്ച് പോകുന്ന ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പോയ പോലെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ നന്നായിട്ട് കൂടിയിട്ട് കൗണ്ടൊക്കെ കുറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം മാറി, എല്ലാം പ്രശ്നമില്ല, തിരിച്ച് പോകാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ മൂടോട്ടിട്ടൊക്കെ ഇരിക്കുകയാണ് എന്താണെന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട, ഉറക്കത്തിൻ്റെ മൂടൊക്കെ മാറട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് അവനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് അവന് ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുവരെ അവനവിടെയൊക്കെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ട് നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാറും ആയിരുന്നേ. അങ്ങനെ നമ്മുടെ ആദൂട്ടൻ കുളിച്ച് സുന്ദരക്കുട്ടവനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവന് ഇഡ്ഡലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കുനിഞ്ഞ് ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുനിഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉണക്കോടിയൊക്കെ എടുത്തിട്ട്, ഉണക്കോടികളിലൊന്നാണ് കേട്ടോ ഇത്. അപ്പം ചേച്ചി വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ അവനത് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ഇട്ടിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഈ പ്രാവശ്യം ഓണം അവിടെയാണ്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പായും അമ്മയും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ബസ്സിനാണ് പോകുന്നത് അവർ രണ്ടുപേരും. ഞങ്ങൾ ഇച്ചിരി പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാനും ഏട്ടനും ആദൂട്ടനും ബുള്ളറ്റിലാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പം ഇറങ്ങണം. നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല വെയിലാണ്. ഞാൻ ഏട്ടൻ എനിക്ക് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വെയിലത്ത് പോയാൽ അത് മൊത്തം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മറന്നു പോവാണ് കേട്ടോ. ഒന്ന് വാച്ച് എടുക്കാൻ മറക്കും, പേഴ്സ് എടുക്കാൻ മറക്കും. അങ്ങനെ കയറി ഇറങ്ങി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇറങ്ങുവാണ് കേട്ടോ.
ആ അങ്ങോട്ട് അയ്യേ കള്ളത്തോട്ട്. അങ്ങനെ ദേ നാദൂട്ടൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പം അമ്മ അപ്പയെ 2 പ്രാവശ്യം വിളിച്ചു. അവർക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴത്തേ നമ്മൾ 5-ൽ എത്തിയിട്ടുണ്ട്. നമ്മളതേ കടകളൊക്കെ നോക്കി വന്നതാണ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ എല്ലാ ഷോപ്പും അടച്ചിട്ടിരിക്കുകയാണ്. തിരുവോണമായിട്ട് എല്ലാ ഷോപ്പും അടയ്ക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും ദേ ഈ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങാനായിട്ട് ഇവിടെ വന്ന ഐസ്ക്രീമൊക്കെ ഇഷ്ടംപോലെ ഐസ്ക്രീം, നല്ല പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം. ഏത് കണ്ടാലും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് ഏട്ടന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവനങ്ങനെ അവിടെ വെച്ച് കഴിക്കണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. അവൻ എന്ത് സാധനമായാലും വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് അവനെ കൊണ്ട് നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. ഹായ്. സർപ്രൈസാ ഇന്ന് പഴി വെച്ച് കൊടുത്ത്. സർപ്രൈസാ കണ്ണടയ്ക്കാന്നൊക്കെ പറഞ്ഞ്. അവരെ കണ്ണൂസും പൊന്നൂസൊക്കെ വീട്ടിലില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പം അവർ ഓണപ്പരിപാടി എന്തോ നടക്കുന്ന സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തെ കണ്ണൂസ് എന്നെ ഇങ്ങനെ ബാറ്റൊക്കെ എടുത്ത് കാണിക്കുകയാണ്. പുതിയ ബാറ്റാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ആദൂട്ടൻ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറി, പാൻറ്റൊന്നും മാറിയിട്ടില്ല, ഉടുപ്പ് മാറിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കളിച്ചോളും. എനിക്ക് ആദൂട്ടിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ചേച്ചിയും ചേട്ടനും ഏറ്റെടുത്തോളും. അങ്ങനെ ഞാൻ വന്നിട്ട് ചേച്ചിയുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ടു. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പായസം വരെ റെഡിയായി. അടപ്രഥമനായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ചേച്ചി പായസത്തിന് നല്ല എക്സ്പേർട്ടാണ്. എല്ലാത്തരം പായസവും ചേച്ചി നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോഴേ എല്ലാവരുടെ വട്ടം കൂടി ഇരുന്ന് കാര്യം പറച്ചിലൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, എല്ലാം റെഡിയായി. പക്ഷേ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ കഴിക്കാനായിട്ട് പോവാണ്. ഇല വിളമ്പാനുള്ള കറികളൊക്കെ പാത്രങ്ങളിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രതീശേട്ടനും ഏട്ടനും അപ്പയും ഇരുന്നു. ഇത് എനിക്കുള്ള ഇലയാണ് കേട്ടോ. എനിക്കിപ്പോൾ കഴിക്കാനൊക്കത്തില്ല. ആദൂട്ടന് വാരി കൊടുത്തു കഴിഞ്ഞിട്ടേ എനിക്ക് പറ്റത്തുള്ളൂ. അവൻ അവിടെ ഇലയൊക്കെ ഇട്ട് താഴെ ഇരിപ്പുണ്ട്. നമ്മളെ കുഞ്ഞു മുത്തുമണ്ണീസൊക്കെ ഇരിപ്പുണ്ട്. അപ്പം 3 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ആദൂട്ടന് വാരി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഞാനും കഴിക്കും. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് കഴിച്ച്
അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പൊന്നൂസും ജസ്റ്റ് കിടന്നൊന്ന് ഉറങ്ങി. ഞങ്ങൾക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോഴത്തേ ഞങ്ങൾ പോകാനായിട്ടൊക്കെ റെഡിയായി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പയും അമ്മയും ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പം അവരും ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരും അവരുടെ കൂടെ പോകുന്നുണ്ട്, കണ്ണനും പൊന്നും. നാളെ ചേച്ചിയും ചേട്ടനും അങ്ങോട്ട് വരും. അവർ അമ്പലത്തിൽ പോയിട്ടേ വരത്തുള്ളൂ. അവർക്ക് നാളെ നമ്മുടെ വീട്ടിലാണ് വരുന്നത്. അപ്പം ഞാനും ആ തൊട്ടിനേട്ടനോടെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ദേ ഞങ്ങളും ഇറങ്ങുവാണ്. നാളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയുടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളും വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ദേ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ അവിടെ ഭാഗത്ത് വടംവലി നടക്കുമായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം നിന്ന് കണ്ടായിരുന്നു. ഒരുപാട് നേരമൊന്നും നിന്നില്ല, കുറച്ച് നേരം നിന്ന് കണ്ടു. അപ്പോൾ ദേ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. ഈ പാടമല്ല, ഇങ്ങനെ ഒരു നല്ല പച്ചപ്പുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. ഈവനിങ്ങിലാണ് അടിപൊളി. അപ്പം ദേ നമ്മൾ വീടൊക്കെ എത്താറായിട്ടുണ്ട്. സന്ധ്യ ആയിട്ടുണ്ട് വീടെത്താറായപ്പോഴേക്കും. അപ്പായും അമ്മയും എത്തിയിട്ടില്ല, അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ വന്നു. അപ്പോൾ ദേ നമ്മുടെ ആദൂട്ട വണ്ടി ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ തിരുവോണം വീഡിയോ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.